ഹായ് ഓൾ, വെൽക്കം ടു നെറ്റ്ഫിസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CSIR നെറ്റ് ഫിസിക്സിലെ പാർട്ടിൽ വരുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് എന്ന് പറയുന്ന 6th മൊഡ്യൂളാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സിൽ നിന്നാണ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺസിലും ലാപ്ടോപ്സിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ ഇൻ്റഗ്രൽ ആയ ഒരു മെറ്റീരിയലാണ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയ്ക്ക് ചാലകത കാണിക്കുന്ന അഥവാ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിനെ അപേക്ഷിച്ചത് കാണിക്കുന്ന ഒരു സവിശേഷതയാണ് ദേ ഷോ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് അതിന്റെ കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. എന്നാൽ മെറ്റൽസിന്റെ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ കേസിൽ ദേ ഷോ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മുടെ കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടാറാണ് പതിവ്. ഓക്കെ, കാരണം വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് അവിടെ ഉണ്ടാകുക. അതെന്ത് ചെയ്യും? അതിന്റെ ഫലമായിട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആണ് ചെയ്യാറ്. ഇവിടെ സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യത്തിൽ ദേ ഷോ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ജന്മന അല്ലെങ്കിൽ ഇന്നേറ്റ്ലി ജന്മന സെമി കണ്ടക്ടേഴ്സ് ആയവയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആയ സിലിക്കൺ, ജെർമാനിയവും ഒക്കെ ജനിച്ചപ്പോൾ തന്നെ സെമി കണ്ടക്ടേഴ്സ് ആണ്. അവയുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും നടുവിലായിട്ടായിരിക്കും അതിന്റെ കണ്ടക്ടിവിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ്. അവയിൽ നമ്മൾ ഡോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. അൺഡോപ്ഡ് ആയിട്ടുള്ള, ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അൺഡോപ്ഡ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് പൊതുവിൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്യൂർ ആയിട്ടായിരിക്കും നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് ഉണ്ടാക്കുന്നത്. അതായത് പ്യുവർ ആയിരിക്കുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ചില ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിന്റെ ഫലമായി ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ അത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ ഡോപ്ഡ് വെർഷൻ ആണ്. നമ്മൾ അതിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തതിന് ശേഷമാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനേക്കാൾ കണ്ടക്ടിവിറ്റി ആർക്ക് കൂടുതലായിരിക്കും? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ഏതാണ് എന്നതിനനുസരിച്ച് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്നറിയോ? പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ നമ്മൾ ഡോപ്പ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറായ സിലിക്കണിലും ജെർമാനിയത്തിലും ഞാൻ ഡോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 13th ഗ്രൂപ്പ് 13ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആയ ബോറോൺ, അലൂമിനിയം, ഗാലിയം മുതലായവയാണെങ്കിൽ അവ ഫോം ചെയ്യുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ സവിശേഷത എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രോൺസിന്റെ ഡെഫിഷ്യൻസി ആയ ഹോൾസ് ആണ് കണ്ടക്ടിവിറ്റിക്ക് കാരണമാകുന്നത്. അതേസമയം എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ സിലിക്കൺ അല്ലെങ്കിൽ ജെർമാനിയം, ഇൻട്രിൻസിക് ആയിട്ടുള്ള സിലിക്കണെയോ ജെർമാനിയത്തെയോ 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആയ ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി മുതലായ ഇമ്പ്യൂരിറ്റീസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഡോപ്പ് ചെയ്യുന്നത്. 15ാമത്തെ ഗ്രൂപ്പിൽ എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡോപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവയിൽ ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കും കൂടുതൽ. ആ കൂടിയ ഇലക്ട്രോൺസ് കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ അപേക്ഷിച്ച് കണ്ടക്ടിവിറ്റി ആർക്ക് കൂടുതലായിരിക്കും? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ കൂടുതലായിരിക്കും. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവയിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഇലക്ട്രോൺസും കാണും. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? ഹോൾസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെമി കണ്ടക്ടർ ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഡിവൈസ് ആണ് ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡ്. ഓക്കെ, ഡയോഡ് 2 ഇലക്ട്രോഡ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് ഡയോഡ് എന്ന്. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോഡ് ഉണ്ട്, ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്. ഡയോഡിന്റെ സിമ്പൽ ആണ് കൊടുത്തിരിക്കുന്നത്. എ ഡയോഡ് ഇസ് എ PN ജംഗ്ഷൻ ഡിവൈസ് ദാറ്റ് അലൗസ് കറന്റ് ടു ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ദിശയിലേക്ക് മാത്രം കറന്റിനെ കടത്തി വിടുന്ന ഒരു ഡിവൈസ് ആണ് ആരെന്ന് പറയുന്നത്? ഡയോഡ് എന്ന് പറയുന്നത്. ഒരു ഡയോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ചേർത്ത് വെച്ചിട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്നത് അതിന്റെ സിമ്പൽ ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒരു ആക്ച്വൽ ഡയോഡാണ്. ഡയോഡിൽ ഒരു ദിശയിലേക്ക് മാത്രമായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുക.
Okay. It works based on the movement of charge carriers across the junction. അപ്പോൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ജോയിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് ഒരു ജംഗ്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ചാർജ് കാരിയേഴ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഒരു ഡയോഡ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒരു ഡയോഡിനെ ഞാൻ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഫോർവേഡ് ബയാസിംഗിലും കണക്ട് ചെയ്യാം, റിവേഴ്സ് ബയാസിംഗിലും കണക്ട് ചെയ്യാം. ഫോർവേഡ് ബയാസിംഗിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഒരു ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനലായ ആനോഡിനെ ഒരു എക്സ്റ്റേണൽ ബാറ്ററിയുടെ പോസിറ്റീവുമായി കണക്ട് ചെയ്യുകയും കാഥോഡിനെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ കണക്ഷനെ ഫോർവേഡ് ബയാസിംഗ് എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗിൽ എപ്പോഴാണോ ഈ പുറത്തുള്ള പൊട്ടൻഷ്യൽ അകത്തുള്ള ഈ ജംഗ്ഷൻ ഇടയ്ക്ക് വരുന്ന ഡിപ്ലീഷൻ ലെയറിലെ പൊട്ടൻഷ്യലേക്കാൾ കൂടുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഡയോഡ് ഇങ്ങനെ ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ ഓഫ് മെജോറിറ്റി കാരിയേഴ്സിന്റെ ഡിഫ്യൂഷൻ സംഭവിക്കുന്ന എപ്പോഴാണ്? ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനിലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസാണ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഒരു ഡയോഡിന്റെ ആനോഡിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും കാഥോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവുമായും കണക്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യാറില്ല, പക്ഷെ അവിടെ ചെറിയൊരളവിൽ കറണ്ട് ഫ്ലോ ചെയ്യാറുണ്ട്. അത് മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ്. അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ എന്തെന്ന് പറയും? റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി ഡയോഡിന്റെ ഇക്വേഷൻ ഇതാണ്. I is equal to I0 into e raised to Vd divided by eta Vt minus 1 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിനല്ലെങ്കിൽ ഡയോഡ് ഇക്വേഷൻ എന്നോ ഷോക്ലി ഡയോഡ് ഇക്വേഷൻ എന്നോ നമുക്ക് എന്ത് ചെയ്യാം? സ്പെസിഫിക് ആയി പറയാം. ഇവിടെ ഒരു ഡയോഡിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. I എന്ന് പറഞ്ഞാൽ എന്താണ്? I0 into e raised to Vd divided by eta Vt minus 1. അതായത് I എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റൻസിൽ ആ ഡയോഡിലൂടെ കടന്നു പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ there should be an I0 value. അതായത് റിവേഴ്സ് ബയാസിംഗിൽ ആ ഡയോഡിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ I0 ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് ഇ റൈസ് ടു എന്താ എഴുതുന്നത്? വി ഡി എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ്. നമ്മൾ എത്ര വോൾട്ടേജ് ആണോ പുറമേ നിന്ന് കൊടുക്കുന്നതാണ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ഈറ്റ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഈറ്റയുടെ വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്നത് ജർമാനിയത്തിന്റെ ഡയോഡ് ആണെങ്കിൽ അവിടെ ഈറ്റയുടെ വാല്യൂ 1ഉം സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ ഈറ്റയുടെ വാല്യൂ 2ഉമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടേം ആണ് വി ടി എന്ന് പറയുന്നത്. വി ടി അഥവാ തെർമൽ വോൾട്ടേജ് എന്ന് പറയും. തെർമൽ വോൾട്ടേജ് അതായത് നമ്മൾ എത്ര വോൾട്ടേജിലാണോ ആ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്, ആ വോൾട്ടേജിനെയാണ് എന്തെന്ന് പറയുന്നത്? തെർമൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് അതിനകത്തുള്ള ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ ആവശ്യമായ കൈനറ്റിക് എനർജി അത് ഏത് കണ്ടീഷനിലാണോ അറ്റൈൻ ചെയ്യുന്നത് ആ വോൾട്ടേജ് ആണ് തെർമൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല KT/Q ആണ്. വേർ K is ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. അതിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 1.38 ഇൻറ്റു 10⁻⁻23 ആണ് നമ്മുടെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് K എന്ന് വെച്ചാൽ ആരാണ്? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം ആരാണ്? T ആണ്. T എന്തിനെ കാണിക്കുന്നതാണെന്ന് അറിയാവോ? T ടെമ്പറേച്ചറിനെ കാണിക്കുന്ന ടേം ആണ് T എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവസാനത്തെ Q എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നതാണ്? ചാർജിനെ കാണിക്കുന്ന വില എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളംബാണ് ഒരു ചാർജിന്റെ നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ വാല്യൂ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളംബാണ്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ 300 കെൽവിൻ ഞാൻ എടുക്കുകയാണ്. അതായത് സ്റ്റാൻഡേർഡ് റൂം ടെമ്പറേച്ചർ 300 കെൽവിൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്താൽ ഇതെല്ലാം കോൺസ്റ്റന്റുകളാണ്. ഈ വാല്യൂ എല്ലാം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 26 മില്ലി വോൾട്ട് എന്ന് വരും. ഓക്കെ, റൂം ടെമ്പറേച്ചർ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 26 മില്ലി വോൾട്ട് ഇട്ട് എന്ത് ചെയ്യാം? നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, അപ്പം 300 കെൽവിനിലാണെങ്കിൽ KT/Qന്റെ വാല്യൂ അല്ലെങ്കിൽ VT തെർമൽ വോൾട്ടേജിന്റെ വാല്യൂ എത്രയായിരിക്കും? 26 മില്ലി വോൾട്ട് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഡയോഡ് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. I is equal to I0 into e raised to Vd divided by eta Vt minus 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എക്സ്പൊണൻഷ്യലി ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഡോർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡോർ ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ഒന്നും അതുവഴി ഫ്ലോ ചെയ്യുന്നില്ല. അല്പം തുറക്കുന്ന സമയത്ത് കുറച്ച് ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കൂടുതൽ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പൊണൻഷ്യലി എന്ത് ചെയ്യും? ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയും അതിനനുസരിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അനാലിസിസ് ആണ് നമുക്ക് ഈ ഡയോഡ് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ.